ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ കായലിലൊക്കെ വളരുന്ന കക്കയിറച്ചിയുടെ റെസിപ്പിയാണ്. കക്കയാന്ന് കേൾക്കുമ്പോഴത്തേക്കും ആരും ഓടിപ്പോകല്ലേ, ഇതിൻ്റെ ഗുണങ്ങളൂടെ കേട്ടിട്ട് പൊക്കോ. കക്കയിറച്ചി കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന വരുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആരും കഴിക്കാറില്ല. എങ്കിലും നിങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും കക്കയിറച്ചി കണ്ടു കിട്ടുവാണെങ്കിൽ വാങ്ങാതെ പോകരുത്. വളരെ ചുരുങ്ങിയ ചിലവിൽ പ്രോട്ടീൻ തരാൻ കഴിയുന്ന ഒരു ഭക്ഷണമാണ് കക്കയിറച്ചി. ലീൻ പ്രോട്ടീനാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ചെറിയ അളവിൽ കൊഴുപ്പ് മാത്രമേ ഉള്ളൂ. അമിതവണ്ണമുള്ളവർക്കും ഷുഗർ പേഷ്യൻസിനൊക്കെ വണ്ണം കുറയ്ക്കാനും ആഗ്രഹമുള്ളവർക്കെല്ലാം ഏറ്റവും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണിത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക. ചെറിയ ഉള്ളി ഒരു 3 പീസ് എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിയൊന്ന് മൂപ്പിച്ചെടുക്കുക. കടുക് പൊട്ടിക്കുന്ന മെയിനാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം ഇത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സവോളയാണ്. ഞാൻ ഒരു സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് നമ്മൾ കക്കയിറച്ചിയിൽ സവോള ചേർത്ത് കഴിഞ്ഞാൽ മധുരിക്കും. അത് കാരണം ഒരു സവോളയുടെ ആവശ്യമേ ഉള്ളൂ. ചെറിയ ഉള്ളി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു രുചി വരും. പിന്നെ സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ചെറുതായിട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മെയിനായിട്ട് ആവശ്യം കുരുമുളക് പൊടിയാണ്. ഇതിൽ കുരുമുളക് പൊടിയാണ് കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് കുരുമുളക് കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്വാദ് കൂടും. അപ്പം കുരുമുളക് എല്ലാവരും ചേർക്കാൻ ശ്രമിക്കുക. അപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ മസാലയൊക്കെ നല്ല പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ചിക്കൻ മസാലയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ കക്ക വേവിക്കുമ്പം ആദ്യമേ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉളുമ്പൊക്കെ ഒന്ന് പോയി കിട്ടും. അത് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിലടിച്ച് ഞാൻ വേവിച്ചെടുത്തിട്ട് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഈ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിലെ ഒരു അഴുക്കുണ്ടല്ലോ ചെറിയ, നമ്മളിങ്ങനെ ഞെക്കിക്കളയുന്നത്, അത് കളഞ്ഞിട്ടാണോ എല്ലാവരും കഴിക്കുന്നത്? അങ്ങനെ കഴിക്കുന്നവരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാനങ്ങനെ കഴിക്കാറില്ല. ഇതുവരെയും ഞാനങ്ങനെ കഴിച്ചിട്ട് എനിക്ക് വയറിനങ്ങനെ വിഷയമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതില്ലാതെ കഴിക്കുന്നത് ഇതിന് അത്ര സ്വാദ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. വയറിനും അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നിങ്ങളെങ്ങനെ കഴിക്കുന്നത്? അത് കളഞ്ഞിട്ടാണോ അല്ലയോ എന്നൊന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കക്കയിറച്ചി വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം നമുക്കൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ആ കക്കയിറച്ചിയുടെ സത്തിറങ്ങിയ വെള്ളം മസാലയ്ക്കകത്തിട്ട് പിടിച്ചിട്ട് അതൊന്ന് വറ്റി വരുമ്പോഴാണ് കറക്റ്റ് റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുരുമുളകാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇറക്കുന്ന സമയത്ത് കുരുമുളക് കുറച്ചുകൂടി ഇട്ട് ഒരു 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം നമ്മൾ തീയിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുക. കാരണം ആ കുരുമുളക് മുന്നിൽ നിന്നാലേ ഇതിൻ്റെ സ്വാദ് കൂടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാനതിന് പുതിയ വീഡിയോയിൽ എല്ലാം നല്ല രീതിയിൽ മാറ്റി എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ ഹൈപ്പും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.